ഇവിടെ നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഹൈപ്പോത്തിസിസിനെ അസ്യൂം ചെയ്ത് അതിൽ ലോജിക്കൽ ഡിഡക്ഷൻസ് നടത്തിയിട്ട് ഫൈനലി ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിനെയാണ് ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് n ഈസ് ആൻ ഓഡ് ഇൻറ്റിജർ ദെൻ n സ്ക്വയർ ഈസ് ഓഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, n ഈസ് ആൻ ഓഡ് ഇൻറ്റിജർ. അപ്പോൾ ഒരു നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിന് അസ്യൂം ചെയ്യുന്ന വാല്യൂ ഈസ് 2k+1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, ഓരോ നമ്പറിന്റെയും കൂടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈവൻ നമ്പർ. സോ നമുക്ക് പറയാം ഒരു ഈവൻ നമ്പറിനെ നമുക്ക് 2k എന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ അതേപോലെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ ഈവൻ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതായിരിക്കും ഓഡ് നമ്പർ. സോ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഓഡ് നമ്പർ വിൽ ബി 2k+1 ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് n ഈസ് ആൻ ഓഡ് ഇൻറ്റിജർ ദെൻ n സ്ക്വയർ ഈസ് ഓഡ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2k+1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ n-ന് 2k+1, അപ്പോൾ നമ്മളിവിടെ n നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് n സ്ക്വയർ ആണ്. സോ നമ്മൾ അവിടെ n സ്ക്വയർ എന്താണെന്നുള്ളത് എടുത്ത് n സ്ക്വയർ അതായത് മൾട്ടിപ്ലൈ ചെയ്ത് n-ന്റെ കൂടെ n മൾട്ടിപ്ലൈ ചെയ്ത് n സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു n-ന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതാ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 2k+1 ആണ് ഓൾറെഡി n-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ n സ്ക്വയർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ 2k+1 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. കാരണം n ഇൻറ്റു n ആണ്, n-ന്റെ വാല്യൂ 2k+1 ആണ്. സോ 2k+1 ഇൻറ്റു 2k+1 ഈസ് 2k+1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ a+b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാണ്. സോ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് 4k² 4k+1 എന്നുള്ള വാല്യൂ കിട്ടി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, രണ്ട് ടേമിലും 4k² 4kയിലും 2 എന്ന് പറയുന്നത് കോമൺ ടേം ആയതുകൊണ്ട് നമ്മൾ ആ 2-നെ പുറത്തെടുത്തിട്ട് 2 ഇൻറ്റു 2k² 2k+1 എന്ന് എഴുതി. ഇവിടെ നമുക്ക് ഇതിനെ വേണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2t+1 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് t ഈസ് ഈക്വൽ ടു 2k² 2k. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ എന്താ നമ്മുടെ ആ 2k+1 എന്നുള്ള ആ ഒരു സെയിം ഫോർമാറ്റിൽ അല്ലെങ്കിൽ ആ ഓഡ് നമ്പറിന്റെ ഫോർമാറ്റിൽ തന്നെ ആയിട്ടുണ്ട്. സോ നമുക്ക് പറയാം ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഓഡ് ഇൻറ്റിജർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് n സ്ക്വയർ ഈസ് ഓൾസോ ആൻ ഓഡ് നമ്പർ. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് പ്രൂഫിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അപ്പൊ n ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ n സ്ക്വയറും ഓഡ് ആണെന്ന് നമ്മൾ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് m ആൻഡ് n ആർ ബോത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ദെൻ nm ഈസ് ഓൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ. അല്ലെങ്കിൽ ആ ക്വസ്റ്റിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം, ആൻ ഇൻറ്റീജർ a ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഇഫ് ദെയർ ഈസ് ആൻ ഇൻറ്റീജർ b സച്ച് ദാറ്റ് a ഈസ് ഈക്വൽ ടു b സ്ക്വയർ. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിച്ചാലും നമ്മൾ ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്, നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ, നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതായത് തന്നിരിക്കുന്ന mn എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരുന്നത് m-ഉം n-ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ് തന്നു. അപ്പം m-ഉം n-ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ സപ്പോസ് m-ന്റെ വാല്യൂ ഞാനിപ്പോൾ 4 എന്നാണ് കൊടുക്കുന്നെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത് എപ്പോഴാ, 4 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കതിനെ 4 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതുപോലെ n-ന്റെ വാല്യൂ സപ്പോസ് ഞാനിപ്പോൾ 5 ആയി എടുക്കുന്നെങ്കിൽ നമുക്കതിനെ 5 സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ m-ന്റെ വാല്യൂ s സ്ക്വയർ എന്നും അതുപോലെ n-ന്റെ വാല്യൂ t സ്ക്വയർ എന്നും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ mn എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ഈ s സ്ക്വയറിന്റെ വാല്യൂം t സ്ക്വയറിന്റെ വാല്യൂം mn-ലാണ് ചെയ്യേണ്ടത്. അതായത് m-ഉം n-ന്റെയും വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ഥലം. ഇവിടെ നമുക്ക് m-ന്റെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത്, m-ന്റെ വാല്യൂ s സ്ക്വയറും n-ന്റെ വാല്യൂ t സ്ക്വയറും ആണ്. അപ്പൊ അതിനെ നമ്മൾ s സ്ക്വയർ ഇൻറ്റു t സ്ക്വയർ എന്ന് കൊടുത്തു. s സ്ക്വയർ ഇൻറ്റു t സ്ക്വയറിനെ നമുക്ക് വേണമെങ്കിൽ s 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് s സ്ക്വയർ. സോ അതിനെ s ഇൻറ്റു s എന്ന് കൊടുക്കാം. അതുപോലെ t സ്ക്വയറിനെ t ഇൻറ്റു t എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഈ s ഇൻറ്റു എസും t ഇൻറ്റു t എന്നുള്ളതിനെ വേണം എന്നുണ്ടെങ്കിൽ s t ഇൻറ്റു s t എന്നും കൊടുക്കാം അല്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിന് അതിനെ നമുക്ക് s t സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ബൈ ദ ഡെഫിനിഷൻ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമുക്ക് പറയാം mn ഓൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് ചെയ്യുന്നത്.